ഹായ് ആൾ. AI യൂസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം വന്നപ്പോഴാണ് ലോക എന്നുള്ള മൂവി ഇറങ്ങുന്നത്. അപ്പോൾ അതിലെ നീലിയുടെ സ്റ്റോറി അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾ പറയുന്നത് കേരളത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലെ വഴികളിൽ ചന്ദ്രൻ ഉണരുമ്പോൾ ഒരു സ്ത്രീ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ്. നാട്ടുകാരവളെ നീലി എന്ന് വിളിക്കും. പക്ഷെ ഒരു കാലത്ത് അവളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു. അല്ലി എന്ന സുന്ദരിയായ പെൺകുട്ടി. മുട്ടൊപ്പം മുടിയും രാത്രിയിലെ ആകാശം പോലത്തെ കണ്ണുകളും. ദേവദാസി കർവേണി അമ്മയുടെ മകൾ. അങ്ങനെ ഇരിക്കെയാണ് അവിടുത്തെ അമ്പലത്തിലെ പൂജാരിയായിരുന്ന നമ്പിയെ അവൾ കാണുന്നത്. പ്രണയം പെട്ടെന്നായിരുന്നു. പ്രണയം വളർന്ന് വിവാഹത്തിലെത്തി. പക്ഷേ അവൻ അവളെ വിവാഹം ചെയ്തത് അവളുടെ അമ്മയുടെ പണത്തിന് വേണ്ടി മാത്രമായിരുന്നു. നമ്പിയുടെ ചതിയുടെ കഥകൾ അല്ലിയുടെ കാതുകളിലും എത്തി. അവളുടെ ഉറക്കം കെടുത്തി. ഒരു ദിവസം രാത്രി പുഴയുടെ അടുത്ത് വെച്ച് നമ്പി അവളുടെ തല തകർത്ത് അവളെ കൊന്നു. അവളുടെ നിലവിളി കാറ്റിൽ അലയടിച്ചു. അവളുടെ അനിയൻ അമ്പി അവിടേക്ക് ഓടിയെത്തി. ചേച്ചിയുടെ മരണം കണ്ട് ഒന്നും ചെയ്യാനില്ലാതെ അമ്പി സ്വയം ജീവനൊടുക്കി. രണ്ടുപേരുമില്ലാതെയായി. അന്നാണ് ആ ശാപം തുടങ്ങുന്നത്. നമ്പിക്കും അധികം നാൾ ആയുസ്സുണ്ടായിരുന്നില്ല. ശാപം ഒരു പാമ്പിൻ്റെ രൂപത്തിലായി അവനെ തീർത്തു. പക്ഷേ ശാപം അങ്ങനെ അവസാനിച്ചില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലിയും അമ്പിയും വീണ്ടും ജനിച്ചു. ചോളരാജാവിൻ്റെ മക്കളായി. നീലിയും നീലനുമായി. പഴയ പക ഉള്ളിലുള്ളതിനാൽ അവരുടെ ഭംഗിക്ക് ഒരു വശ്യതയുണ്ടായിരുന്നു. അവരെ ചുറ്റിപ്പറ്റി പല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. പേടി തീ പോലെ വളർന്നു. ഇതറിഞ്ഞ ചോളരാജാവ് അവരെ കാട്ടിൽ ഉപേക്ഷിച്ചു. മുൻജന്മത്തിൽ മരിച്ച കാടിൻ്റെ വലയത്തിൽ വളർന്ന അവർ ദുർശക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങി. നീലി ഒരു യക്ഷിയായി മാറി. നീലൻ ഒരു ദുർമന്ത്രവാദിയായി. അങ്ങനെ ഇരിക്കുകയാണ് നമ്പിയുടെ പുനർജന്മമായ അനന്തൻ നീലിയുടെയും നീലിൻ്റെയും വിഹാര കേന്ദ്രമായ കാടുകളിൽ യാത്ര ചെയ്തു. അവൻ്റെ കയ്യിൽ രക്ഷയ്ക്കായുള്ള ഏലസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അവൾ അവനെ കാണാതെ പിന്തുടർന്നു. അനന്തനെ കൊല്ലാനുള്ള നീലിയുടെയും നീലിൻ്റെയും പദ്ധതികൾ അവൻ്റെ ഏലസിൻ്റെ രക്ഷയിൽ തകർന്നു. എന്നിട്ടും ഭയം മൂലം അനന്തൻ നാട്ടിലെ 71 കാരണവന്മാരുടെ അടുത്ത് അഭയം തേടി. അവർ അവൻ്റെ ജീവന് മേലെ അനന്തൻ്റെ ജീവന് വില കൊടുക്കും എന്ന് അവന് വാക്കുകൊടുത്തു. നാഗർകോവിലിൽ നിന്നും ഒരു മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവന്നു. മന്ത്രവാദിയുടെ ശക്തിയിൽ നീലന് പെട്ടുപോകേണ്ടി വന്നു. നീലൻ്റെ ശക്തിക്ക് അവനെ മറികടക്കാൻ കഴിഞ്ഞില്ല. നീലിനെ അയാൾ കൊന്നു. പക്ഷെ നീലി അവളെ ആ മന്ത്രവാദിക്ക് തകർക്കാനായില്ല. രാത്രിക്ക് രാത്രി അവൾ ആ മന്ത്രവാദിയുടെ ജീവനെടുത്തു. എന്നിട്ടും അവളുടെ പകയൊടുങ്ങിയില്ല. അനന്തനായിരുന്നു അവളുടെ അടുത്ത ലക്ഷ്യം. അയാൾ പഞ്ചവൻ കാട്ടിലെ ആൽമരത്തിനടുത്തെത്തിയപ്പോൾ അവൾ പ്രത്യക്ഷപ്പെട്ടു. കയ്യിലൊരു കുട്ടിയുള്ള സ്ത്രീയായി. ശാന്തമായ മുഖം, പക്ഷെ കണ്ണുകൾ കത്തിജ്വലിക്കുന്നു. അവൾ പറഞ്ഞ കള്ളങ്ങൾ ഗ്രാമവാസികൾ വിശ്വസിച്ചു. അനന്തൻ അവളെ ചതിച്ചെന്നും അനന്തൻ്റെ കുട്ടിയാണ് തൻ്റെ കയ്യിലിരിക്കുന്നതെന്നും പറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ അവളെ വിശ്വസിച്ചു. ആ രാത്രി ആകാശം നിശബ്ദമായിരുന്നപ്പോൾ അവൾ അവനെയും കൊന്നു. വാക്ക് പാലിക്കാൻ കഴിയാതെ വന്ന 71 കാരണവന്മാർ തീയിൽ ചാടി ജീവനൊടുക്കിയ കഥ ഇപ്പോഴും നിലനിൽക്കുന്നു. നീലി ആ പഴയ പാൽമരത്തിനടിയിൽ കുടിയിരുന്നു. അവളുടെ ദേഷ്യം പതിയെ കെട്ടടങ്ങി. കാലം പോയപ്പോൾ ആളുകൾ അവളെ ആരാധിക്കാൻ തുടങ്ങി. ഒരു യക്ഷിയായി, ഒരു ദേവിയായി. പഞ്ചവൻ കാടുകളിലൂടെ പോകുമ്പോൾ ചിലങ്കയുടെ ശബ്ദം കേൾക്കാം എന്നെന്നും പറയുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ കേട്ടാൽ തിരിഞ്ഞു നോക്കരുത്. കാരണം അത് നീലിയാണ്.